മിഷൻ ശക്തി പ്രഖ്യാപനം രാഷ്ട്രീയ വിവാദമാകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ച് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. നെഹ്റുവിന്റെയും ഹോമി ബാബയുടെയും ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ് ബഹിരാകാശ രംഗത്ത് രാജ്യത്തിന്റെ ചരിത്ര നേട്ടം. നെഹ്റുവിന്റെ കാലത്തെ ശാസ്ത്ര പരീക്ഷണങ്ങളെ കുറ്റപ്പെടുത്തുന്നവർക്കുള്ള മറുപടിയാണ് ഈ വിജയം. UPA സർക്കാരാണ് ASAT പരീക്ഷണത്തിന് തുടക്കമിട്ടതെന്നും കോൺഗ്രസ് പ്രതികരിച്ചു. വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുകയാണ്. ഉണ്ണി, പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഒരു രാഷ്ട്രീയ വിവാദം ഉടലെടുക്കുകയാണ്. അത് ഏത് രീതിയിലാണ്? തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു അഭിസംബോധന നടത്തി പറഞ്ഞിരിക്കുന്നത് തന്റെ ഭരണകാലത്ത് ഇത്രയും വലിയ നേട്ടമുണ്ടായി എന്ന് തന്നെയാണ്. ആ രീതിയിലുള്ള പ്രചാരണത്തിൽ ഈ വിഷയത്തെ ഉപയോഗിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് കൃത്യമായി പ്രതിരോധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കോൺഗ്രസ് വ്യക്തമാക്കുന്നത് ഇത് കേവലം ഒരു സുപ്രഭാതത്തിലുണ്ടായ നേട്ടമല്ല, മറിച്ച് നെഹ്റുവിന്റെയും ഹോമി ബാബയുടെയും ഒക്കെ കാലത്ത് തുടങ്ങിയ പരീക്ഷണങ്ങൾ 2012 മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് തന്നെ ഈ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് പ്രാപ്തമായിരുന്നു. അതിന് തുടർച്ചയായുള്ള പരീക്ഷണം മാത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. DRDOയിലെ ഉദ്യോഗസ്ഥരുടെയും ശാസ്ത്രജ്ഞരുടെയും നേട്ടമാണിതെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തന്നെ ട്വീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് ഇത് DRDOയുടെ പ്രവർത്തനത്തിൽ തനിക്ക് തികഞ്ഞ അഭിമാനമുണ്ട്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലോക നാടകദിന ആശംസകൾ നേരുന്നു എന്നുള്ളതാണ്. പ്രധാനമന്ത്രി ഇന്നിപ്പോൾ അഭിസംബോധനയിലൂടെ നടത്തിയിരിക്കുന്നത് നാടകമാണെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റിലൂടെ പരോക്ഷമായി ഉന്നയിക്കുന്ന വിമർശനം. കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഇതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങളെ കാണുന്നത്. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുന്നത് അടിസ്ഥാന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് മോഡിയുടെ ശ്രമം എന്നുള്ളതാണ്. വിലക്കയറ്റം, ഒപ്പം തൊഴിലില്ലായ്മ തുടങ്ങിയ വിഷയങ്ങൾ തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കപ്പെടുക സജീവമായി. ഇത്തരത്തിലുള്ള പൊടിക്കൈകളിലൂടെയൊന്നും ശ്രദ്ധ തിരിക്കാൻ കഴിയില്ല എന്നാണ് പ്രതിപക്ഷം പ്രധാനമന്ത്രിയുടെ ഈ അഭിസംബോധനയും പ്രഖ്യാപനത്തെയും എതിരിടുന്നതിനായി മുന്നോട്ട് വയ്ക്കുന്ന വാദം. ശരി ഉണ്ണി.